മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമമഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. ക്രിസ്തുവിൽ തികഞ്ഞവരായി തീർന്നിടുവാനായി നിത്യവും വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കാൻ. ക്രിസ്തുവിൽ തികഞ്ഞവരായി തീർന്നിടുവാനായി നിത്യവും വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കാൻ. ശത്രുവിനെ സ്നേഹിച്ചും ദുഷ്ടത ക്ഷമിച്ചുകൊണ്ടും ക്രിസ്തുവിൽ വെളിച്ചമേകുക. ശത്രുവിനെ സ്നേഹിച്ചും ദുഷ്ടത ക്ഷമിച്ചുകൊണ്ടും ക്രിസ്തുവിൽ വെളിച്ചമേകുക. യഹോവ എന്നെന്നും വിശുദ്ധനാകയാൽ നീയും വിശുദ്ധനാകുക. ഇന്ന് വചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നത് കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ MG രാജൻ ആസാം. പ്രാർത്ഥനയോടെ ധ്യാന ചിന്തകൾ ശ്രവിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. മലാക്കി പ്രവാചക പുസ്തകം 2-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. യഹൂദ ദ്രോഹം ചെയ്തു, ഇസ്രായേൽ യെരുശലേമിലും മ്ലേച്ഛത സംഭവിച്ചിരിക്കുന്നു. യഹോവയ്ക്ക് ഇഷ്ടമായുള്ള അവൻ്റെ വിശുദ്ധ മന്ദിരത്തെ യഹൂദ അശുദ്ധമാക്കി ഒരന്യദേവൻ്റെ മകളെ വിവാഹം കഴിച്ചിരിക്കുന്നു. ഇതിൻ്റെ നടുക്ക് യഹോവയ്ക്ക് ഇഷ്ടമായുള്ള അവൻ്റെ വിശുദ്ധ മന്ദിരത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. യഹോവയ്ക്ക് ഇഷ്ടമായുള്ള അവൻ്റെ വിശുദ്ധമായ മന്ദിരം വിശുദ്ധമാണ്. മന്ദിരം വിശുദ്ധമായിരിക്കണം. ദൈവം വിശുദ്ധനായിരിക്കാൻ ദൈവം വസിക്കുന്ന ഇടവും വിശുദ്ധമാണ്. അതുകൊണ്ട് മലാഖി അതിങ്ങനെയാണ് പറയുന്നത്: അവൻ്റെ വിശുദ്ധ മന്ദിരത്തെ യഹോവ ഇഷ്ടപ്പെടുന്നു എന്നാണ്. യഹോവയുടെ മന്ദിരമാണ്. യഹോവയുടെ മന്ദിരം വിശുദ്ധമാണ്. യഹോവ അതിപരിശുദ്ധനായ ദൈവമാണ്. ആ ദൈവം വിശുദ്ധ മന്ദിരത്തിൽ വസിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഞാൻ ആദ്യം ഓർമ്മിപ്പിച്ചു, മന്ദിരം വിശുദ്ധമായിരിക്കണം. എന്നാൽ നാം വായിക്കുമ്പോൾ ഈ മലാഖി പ്രവാചക പുസ്തകത്തിൽ ഇസ്രായേൽ വിശുദ്ധ മന്ദിരത്തെ അശുദ്ധമാക്കി, വിശുദ്ധനായ ദൈവത്തിന് അർപ്പിക്കേണ്ടുന്ന ബലികളെ അശുദ്ധമാക്കി, ബലിവേദിയെ അശുദ്ധമാക്കി, അഥവാ മന്ദിരത്തെ അവർ അശുദ്ധമാക്കിയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ആലയത്തെ ഇസ്രായേൽ അശുദ്ധമാക്കിയിരിക്കുകയാണ്. പല വിധത്തിലാണ് അവർ ഈ ആലയത്തെ അശുദ്ധമാക്കിയത്. 1-ാം അധ്യായത്തിൽ അവർ ആരാധന സംബന്ധിച്ച് അശുദ്ധമാക്കി. 2-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ അവർ മ്ലേച്ഛത പ്രവർത്തിച്ച് ദൈവത്തിൻ്റെ ആലയത്തെ അശുദ്ധമാക്കുകയാണ്. നോക്കണം, പല വിധത്തിൽ വിശുദ്ധനായ ദൈവത്തിൻ്റെ ആലയത്തെ, മന്ദിരത്തെ, ദൈവത്തിൻ്റെ നിവാസ സ്ഥലത്തെ അവർ അശുദ്ധമാക്കുകയാണ്. ചിന്തയില്ലാത്ത ഒരു പ്രവൃത്തിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ദൈവം ആഗ്രഹിക്കുന്നില്ല. വ്യക്തമായിട്ട് മലാഖിയിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് അതിവിടെ വെളിപ്പെടുത്തി തരികയാണ്. യഹോവയ്ക്ക് ഇഷ്ടമായുള്ള അവൻ്റെ വിശുദ്ധ മന്ദിരത്തെ യഹൂദ അശുദ്ധമാക്കി എന്ന് പറയുക. എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്തത് അവർ ചെയ്തു. മ്ലേച്ഛമായത്, മോശമായത്, അശുദ്ധമായത്, ചെയ്യാൻ പാടില്ലാത്തത്, യോഗ്യമല്ലാത്തത്, ദൈവജനത്തിന് സഭ്യമല്ലാത്തത് അവർ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ അവർ ദൈവത്തെ ദുഷിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ദൈവത്തിൻ്റെ ആലയത്തെ അശുദ്ധമാക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യബോധം മറന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ദൈവം വസിക്കുന്ന ഇടമാണ് ദൈവത്തിൻ്റെ ആലയം. ആ ബോധം നഷ്ടപ്പെട്ട് ഇവർ പ്രവർത്തിക്കുക. കർത്താവ് പറയുന്നു, ഞാൻ എൻ്റെ സഭയെ പണിയും. അപ്പോൾ ആലയം, സഭ എന്ന് പറയുന്നത് ദൈവത്തിൻ്റേതാണ്. ദൈവം പണിതിട്ടുള്ളതാണ്. പുതിയ നിയമത്തിലാണ് ദൈവം തൻ്റെ സഭയെ പണിതത്. അത് ഏതെങ്കിലും ഒരു കെട്ടിടമല്ല. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുന്നത്, ദൈവം മനുഷ്യനിർമ്മിതമായ
കെട്ടിടങ്ങളിൽ വാസം ചെയ്യുന്നവനല്ല. അപ്പോൾ ദൈവം ഒരു കെട്ടിടത്തിൽ വസിക്കുന്നതല്ല. ദൈവത്തിൻ്റെ സഭ എന്ന് പറയുന്നത് ഏതെങ്കിലും വെള്ളി കൊണ്ടോ പൊന്നുകൊണ്ടോ അല്ല, അതിലും വിശേഷമായ രത്നങ്ങൾ കൊണ്ടോ പണിത് വെച്ച കെട്ടിടങ്ങളല്ല ദൈവത്തിൻ്റെ സഭ എന്ന് പറയുന്നത്. അത് വേദപുസ്തകം പറയുന്നു രക്ഷിക്കപ്പെട്ട ദൈവജനത്തിൻ്റെ കൂട്ടമാണ്. രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ കൂട്ടത്തെയാണ് ദൈവം സഭ. അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ എൻ്റെ സഭയെ പണിയും. അത് കർത്താവ് പണിതാണ്. കാൽവരിയിലെ ക്രൂശിൽ കർത്താവായ യേശു ക്രിസ്തു പാപിക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള യാഥാർത്ഥ്യം, ആ സത്യം ആര് തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ഈ വസ്തുത, ഈ സത്യമായ കാര്യം ഹൃദയത്തിൽ വിശ്വസിച്ച് വായ കൊണ്ട് ഏറ്റുപറഞ്ഞ കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നുവോ, അങ്ങനെയുള്ളവരെ ദൈവം തൻ്റെ സഭയോട് ചേർക്കുകയാണ്. അങ്ങനെ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ദൈവത്തിൻ്റെ മന്ദിരമാണ് എന്ന് വിശുദ്ധ വേദപുസ്തകം പറയും. കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതിൻ്റെ 3-ാം അധ്യായം 16-17 വാക്യങ്ങൾ. അവിടെ ഇങ്ങനെ, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. 2 കാര്യം ഈ 2 വാക്യങ്ങളിലായിട്ട് ദൈവജനത്തോട് ദൈവം പറയുകയാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? അപ്പോൾ രക്ഷിക്കപ്പെടുന്ന ഓരോ വ്യക്തിയും ദൈവത്തിൻ്റെ മന്ദിരമാണ്. ദൈവം വസിക്കുന്ന ഇടമാണ്. ദൈവം ഇറങ്ങി വന്ന് വാസം ചെയ്യുന്ന സ്ഥലമാണത്. ഏതാ? ഓരോ വ്യക്തിയും. നാം കർത്താവിൻ്റെ രക്ഷിതാവുമായിട്ട് സ്വീകരിക്കുമ്പോൾ കർത്താവ് നമ്മുടെ ഹൃദയത്തിലേക്കാണ് വരുന്നത്. കർത്താവ് നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ഹൃദയത്തിൽ വരികയാണ്, നമ്മുടെ ബുദ്ധിയിലല്ല. അത് ജ്ഞാനമാണ്. കർത്താവ് ഹൃദയത്തിലേക്കാണ് വരുന്നത്. അപ്പം നമ്മുടെ ഉള്ളിൽ നമ്മുടെ രക്ഷിതാവ് വരികയാണ്. ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ടാണ് വായ കൊണ്ട് ഏറ്റുപറയുന്നത്. അങ്ങനെ ഏറ്റുപറയുന്നവർക്ക് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തുന്നത് പോലെ മക്കളാകാനുള്ള അധികാരം ദൈവം കൊടുക്കുകയാണ്. അപ്പോൾ വിശ്വസിക്കുന്നവർക്ക് മക്കളാകാനുള്ള അധികാരമാണ് ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ നാം ദൈവത്തിൻ്റെ മക്കളായി തീർന്നിരിക്കുകയാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ വിശുദ്ധനാം ദൈവത്തിൻ്റെ വിശുദ്ധരായ മക്കളായി തീർന്നിരിക്കുകയാണ്. വിശുദ്ധനാം ദൈവത്തിൻ്റെ മക്കളെന്ന് പറയുമ്പോൾ അത് ദൈവത്തിൻ്റെ സ്വന്തമാ, ദൈവത്തിൻ്റെ വകയാ, ദൈവത്തിൻ്റെ സമ്പത്താണ്. അപ്പം അങ്ങനെയുള്ളവരെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നാം വിശുദ്ധരായി ജീവിക്കണം എന്നുള്ളതാണ്. പഴയ നിയമത്തിൽ നാം മലാഖിയിൽ വായിച്ചു, യഹോവയ്ക്ക് ഇഷ്ടമായുള്ള അവൻ്റെ വിശുദ്ധ മന്ദിരം എന്ന്. പുതിയ നിയമത്തിൽ യഹോവയ്ക്ക് ഇഷ്ടമുള്ള വിശുദ്ധ മന്ദിരം താങ്കളാണ്, ഞാനുമാണ്, താങ്കളുമാണ്. നാം ഓരോരുത്തരാണ്. ഓരോ രക്ഷിക്കപ്പെട്ട ദൈവവേദരും ദൈവത്തിന് ഇഷ്ടമുള്ള വിശുദ്ധ മന്ദിരമാണ്. ശാരീരികമായിട്ടൊരു പക്ഷേ ബലഹീനരായിരിക്കാം, കളറിൽ വ്യത്യാസങ്ങളുണ്ടായിരിക്കാം, വൈകല്യമുള്ളവരായിരിക്കാം, ബുദ്ധിയിൽ കുറഞ്ഞവരായിരിക്കാം, വിദ്യാഭ്യാസം ഇല്ലാത്തവരായിരിക്കാം, ശാരീരികമായിട്ട് നല്ല ഘടനയുള്ളവരോ പണമുള്ളവരോ ജ്ഞാനമുള്ളവരോ ആരുമായിക്കൊള്ളട്ടെ, സമൂഹത്തിൽ ഉന്നത ശ്രേണിയിലുള്ളവരും താണ നിലയിലുള്ളവരുമായിരിക്കാം. പക്ഷേ ദൈവം പറയുകയാണ്, നിങ്ങൾ എൻ്റെ വിശുദ്ധ മന്ദിരമാണ്. ദൈവം പറയുകയാണ്, ഞാനും താങ്കളും ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരമാണ്. ദൈവം വസിക്കുന്നിടമാണ്, ദൈവം പാർക്കുന്ന സ്ഥലമാണ്, ദൈവം ആനന്ദത്തോടുകൂടി വാസം ചെയ്യുന്ന സ്ഥലമാണത്. ആര്? ഞാനും താങ്കളും. പ്രിയമുള്ളവരെ,
നമ്മുടെ കുറവുകൾ ചൂണ്ടിക്കാട്ടി ഞാൻ കുറവുള്ളവനാണ്, എന്നെ ആർക്കും വേണ്ട, ഞാൻ ആരും വേണ്ടാത്തവനാണ്, ഞാൻ ബുദ്ധിയിൽ കുറഞ്ഞവനാണ്, വിദ്യാഭ്യാസമില്ലാത്തവനാണ്, പണമില്ലാത്തവനാണ്, കറുത്തവനാണ്, അല്ലെങ്കിൽ അംഗവൈകല്യമുള്ളവനാണ് എന്ന് പറഞ്ഞ് നാം സ്വയം ഇടിച്ചു താഴ്ത്തി നാം പിന്നിലേക്ക് പോകേണ്ടവരല്ല. എല്ലാ മനുഷ്യരുടെയും ഹൃദയത്തിൽ രക്ഷിക്കപ്പെട്ട സകലരെയും കുറിച്ച് ദൈവം പറയുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്. അതെന്തൊരു വലിയ ഭാഗ്യകരമായ സ്ഥാനമാണ് ദൈവം എനിക്കും താങ്കൾക്കും നൽകിയിരിക്കുന്നത്. നമ്മുടെ യോഗ്യത കൊണ്ടല്ല, മറിച്ച് ദൈവം നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി നൽകി തന്നതാണ്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ദൈവം നമ്മെ വിശുദ്ധീകരിച്ചിരിക്കാൻ, നാം വിശുദ്ധ മന്ദിരമായിരിക്കാൻ ഇതിനെ അശുദ്ധമാക്കുവാനായിട്ട് പാടില്ല എന്ന് തിരുവചനം പറയും. യഹൂദ അത് അശുദ്ധമാക്കി. ഞാനും താങ്കളും ദൈവം വിശുദ്ധമാക്കി തന്നിരിക്കുന്ന ഈ മന്ദിരത്തെ അശുദ്ധമാക്കരുത്. കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നു, എന്നാൽ ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. നമുക്കൊരു കാര്യം ഓർമ്മയുണ്ടല്ലോ, യെരൂശലേം മന്ദിരത്തിൽ നമ്മുടെ കർത്താവ് ചെന്നിട്ട് അവിടെ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും എല്ലാം പുറത്താക്കി കളഞ്ഞെന്നാണ്. അവിടെ പറയാണ്, എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി. ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുക, ദൈവം വസിക്കുന്ന നമ്മുടെ ഇടം കള്ളന്മാരുടെ ഗുഹയായി മാറാൻ പാടില്ല. കള്ളത്തരവും പൊള്ളത്തരവും അശുദ്ധിയും മ്ലേച്ഛതയും പാപവും ദുർനടപ്പും നുണയും ഏഷണിയും പരദൂഷണവും വൈരാഗ്യവും കുടുക്കും കെണിയും ആയി നാം മാറാൻ പാടില്ല. മറിച്ച് ദൈവസന്നിധിയിൽ വിശുദ്ധിയോടെ ജീവിപ്പാൻ ദൈവം എന്നെയും താങ്കളെയും കുറിച്ച് ആഗ്രഹിക്കുകയാണ്. യഹൂദ അത് അശുദ്ധമാക്കി. അതുകൊണ്ട് നാം അശുദ്ധമാക്കണമെന്നല്ല, മറിച്ച് നാം വിശുദ്ധിയോടെ ജീവിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു. വരുന്ന ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ആലയമാകുന്ന നമ്മുടെ ഈ ശരീരങ്ങളെ വിശുദ്ധിയിൽ സൂക്ഷിച്ച് അനുഗ്രഹിക്കപ്പെട്ടവരായി ദൈവസന്നിധിയിൽ ഭക്തിയോടെ മുമ്പോട്ട് പോകുവാൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമ്മെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ. കർത്താവിൻ്റെ മുന്നിൽ നാം മഹത്വപ്പെടട്ടെ. ആമേൻ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ദൈവ സാന്നിധ്യം നീ അനുഭവിക്കണം, ദൈവശക്തിക്കായി എന്നും പ്രാർത്ഥിച്ചിടണം. ദൈവ സാന്നിധ്യം നീ അനുഭവിക്കണം, ദൈവശക്തിക്കായി എന്നും പ്രാർത്ഥിച്ചിടണം. ക്രിസ്തുവിൽ വസിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ പൂർണ്ണതയ്ക്കായി നിത്യവും ശ്രമിച്ചുകൊള്ളുക. ക്രിസ്തുവിൽ വസിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ പൂർണ്ണതയ്ക്കായി നിത്യവും ശ്രമിച്ചുകൊള്ളുക. യഹോവ എന്നെന്നും വിശുദ്ധനാകയാൽ നീയും വിശുദ്ധനാകുക.